ഹായ്, ഞാൻ കസാക്ക് ബെഞ്ചാലി, ദ ഗ്ലോബൽ ബിസിനസ് കോച്ച്. ഓപ്പറേഷണൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന വീഡിയോ സീരീസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീപ്പിൾ മാനേജ്മെൻറ്റിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു പാർട്ടാണ്. റോളും റെസ്പോൺസിബിലിറ്റിയും ക്ലിയർ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ എൻ്റെ ഒരു GCC രാജ്യം ഞാൻ പറയുന്നില്ല, അവിടുത്തെ ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. അവിടെ ചെന്ന സമയത്ത് ഞങ്ങളവിടെ കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ടാണ് അവരുമായിട്ട് ഇനീഷ്യൽ മീറ്റിങ്ങിന് ഇരിക്കുന്നത്. ആ ഇനീഷ്യൽ മീറ്റിങ്ങിന് ഇരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിട്ടൊക്കെ കമ്പനി നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഇനീഷ്യൽ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. ആ അസസ് ചെയ്തപ്പോഴും മനസ്സിലായി അത്യാവശ്യം തിരക്കേടില്ലാത്ത ബിസിനസ്സൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. റീസെൻ്റ് ആയിട്ട് അവർക്ക് വലിയ രീതിയിൽ ഫോൾസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു, പ്രോഫിറ്റബിലിറ്റി കുറയുന്നു, ഓവർ ഹെഡ് കൂടുന്നു, എക്സ്പെൻസ് കൂടുന്നു, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു, ഭയങ്കര പ്രശ്നം. എങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് ഇവർ അപ്രോച്ച് ചെയ്യുന്നത്? സോ പ്ലീസ് സോർട്ട് ദിസ് ഇഷ്യൂ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരികയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു മീറ്റിംഗ് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ മനസ്സിലായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കുറേ ആളുകളുണ്ട്. അതിനകത്ത് പലരും 8-10 വർഷം പഴക്കമുള്ളവരുണ്ട്, ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറും റോളും റെസ്പോൺസിബിലിറ്റിയും പ്രോപ്പറായിട്ട് അലൈൻഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് കുറേ ആളുകളുണ്ട്, കുറേ ആളുകളിൽ പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ട്സ് 2-3 പേര് ചെയ്യുന്നു, ആ ചെയ്യുന്ന ആളുകൾ തന്നെ പർച്ചേസും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്ന ആളുകൾ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റും പലപ്പോഴും ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്ന പല ആളുകളും, അതായത് എല്ലാവരും എല്ലാം ചെയ്യുന്നു, പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ പലയിടത്തും സംഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും അക്കൗണ്ടബിൾ ആയിട്ട് ചോദിക്കാനും പറ്റിയ ഒരാളില്ല. ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞാനല്ല ചെയ്തത് എന്ന് പറയുകയും ചെയ്യും. പ്രശ്നങ്ങൾ പലയിടത്തും സംഭവിക്കുകയും ചെയ്യും. ഇവരിത് കുറേയൊക്കെ അവരുടേതായ രീതിയിൽ നോക്കിയിട്ടും അവർക്ക് ശരിയാക്കാൻ പറ്റില്ല. കാരണം ഇതാണ് ഫണ്ടമെൻ്റൽ പ്രോബ്ലം എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തരും കഴിവുണ്ടെന്ന് തോന്നുമ്പോൾ നിനക്ക് അക്കൗണ്ട്സ് അറിയില്ല എന്നാൽ അക്കൗണ്ട്സ് ചെയ്തോ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രൊക്യൂർമെൻറ്റിൻ്റെ പണിയും കൊടുക്കും, പ്രൊക്യൂർമെൻറ്റിന് പണി ഇപ്പുറത്താളും ചെയ്യുന്നുണ്ടാവും, പ്രൊജക്ട് ഇൻസ്റ്റലേഷൻ അപ്പുറത്താൾ ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ കോർഡിനേഷൻ മറ്റൊരാൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എല്ലാവരും എല്ലാത്തിലും തലയിടും, എല്ലാവരും എല്ലാത്തിലും ചെറുതും വലുതുമായ പാർട്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കൃത്യമായിട്ടും ഒരു പ്രോസസ്സിനും അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുണ്ടായിരുന്നില്ല. ഇതുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ കംപ്ലൈൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. രണ്ടാമത് ഒരു പണി തന്നെ 2 പേരും 3 പേരും ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്നു. അത് ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗ്ലിജൻസ് ആണ്. അത് അവൻ ചെയ്തോളും, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ അവൻ ചെയ്തോളും എന്ന് വിചാരിച്ചിട്ട് അവൻ ചെയ്തോളും ഇവൻ ചെയ്തോളും എന്ന് വിചാരിച്ച് ആരും ചെയ്യാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആരും തെറി വിളിക്കാൻ പറ്റില്ല, ആരെയും ചീത്ത പറയാൻ പറ്റില്ല. അപ്പോൾ പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവൻ ചെയ്യുന്നു, ഞാൻ വിചാരിച്ചു അവനും ചെയ്യുന്നുണ്ടല്ലോ, ഞാനും ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും എല്ലാം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ അക്കൗണ്ടബിലിറ്റി. ഒരു പ്രോസസ്സിനും അവിടെ ഒരു അക്കൗണ്ടബിൾ ഓണർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവം സംഭവിച്ചു കഴിഞ്ഞാലും അതെല്ലാം ഓണറുടെ തലയിൽ ഇരിക്കേണ്ടി വരും. ആ ഓണറുടെ തലയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഓണർക്ക് രാവും പകലും ഒഴിവില്ലാതെ പണിയെടുക്കണം. ഇവർ ഓരോരുത്തരെ കൊണ്ടും വിളിച്ച് പറയിപ്പിക്കണം, ഇവർ ഓരോരുത്തരെ കൊണ്ടും ചീത്ത വിളിക്കണം, ഇവർ ഓരോരുത്തർ ചെയ്യുന്ന പരിപാടികളും മോണിറ്റർ ചെയ്ത് കൂടെ നിൽക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ ബനാക് ബിസിനസ് സൊല്യൂഷനെ കൺസൾട്ടിങ്ങിന് വേണ്ടി സമീപിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്തു. ആരൊക്കെ വേണം, ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെ വേണം, ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചു. അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചു, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആക്കി തിരിച്ചു. അതിൽ ഏറ്റവും എഫിഷ്യൻ്റായ പല ആളുകളെയും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചുമതലക്കാരാക്കി. ഒട്ടും കഴിവില്ലാത്ത ചിലരെ മാറ്റിയിട്ട് നല്ല കഴിവുള്ള ആളുകളായിട്ട് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. സൈറ്റ് ഇൻസ്റ്റലേഷൻ, പ്രൊഡക്റ്റ് കോർഡിനേഷൻ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചു. എന്നിട്ട് ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ആ ഡ്യൂട്ടി ബേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടബിലിറ്റി അവർക്ക് കൊടുത്തു. അതിൻ്റെ റിപ്പോർട്ടിംഗ്, മോണിറ്ററിംഗ് ഫോർമാറ്റുകൾ അവർ സെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് എല്ലാവരും എല്ലാം ചെയ്യുന്നില്ല, എല്ലാവരും എല്ലാം ചെയ്യേണ്ടതുമില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും താൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് മാത്രമാണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുത്തു. അതിൽ ട്രെയിനിങ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടബിലിറ്റി ചാർട്ട് ഉണ്ടാക്കി. പ്രൊക്യൂർമെൻറ്റിൽ ഒരു പ്രോഡക്റ്റിന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, പർച്ചേസ് ഓർഡറിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് റോങ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി. കാരണം അപ്രൂവ് ചെയ്യുന്ന ഒരാളായിരിക്കും അതിൻ്റെ ഉത്തരവാദി. അയാൾ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നോ നെഗ്ലിജൻസ്, അയാൾക്കാണ് ഫൈൻ വരിക, അതിൻ്റെ കോമ്പൻസേഷൻ അയാൾ തരണം എന്നൊരു സാഹചര്യം വന്നതോടുകൂടിയിട്ട് 6 മാസം കൊണ്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് പ്രോസസ്സിനെയും കൺസൾട്ട് ചെയ്ത് തീർത്തി. ഇത് മാത്രമായിരുന്നില്ല അവിടുത്തെ പ്രശ്നം, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. SOP ഉണ്ടായിരുന്നില്ല, സിസ്റ്റം ഉണ്ടായിരുന്നില്ല, ഡാറ്റ ഉണ്ടായിരുന്നില്ല, പലയിടത്തും ഡാറ്റ മിസ്സിംഗ് ആയിരുന്നു, പ്രൊഡക്ടിവിറ്റി മാട്രിക്സ് എവിടെ ഉണ്ടായിരുന്നില്ല, ഒരു എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും അത് ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. അവരെ ഗ്രോത്ത് സ്റ്റക്കായിരുന്നു. പക്ഷേ 6 മാസത്തെ കൃത്യമായിട്ടുള്ള കൺസൾട്ടിങ്ങിലൂടെ ഓരോരുത്തർക്കും അറിയായിരുന്നു ഞാൻ ഇന്ന് എന്താണ് ചെയ്യേണ്ടത്.
നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം. ഓണർ ഇങ്ങനെ ടോർച്ചും പിടിച്ചുകൊണ്ട് അയാളുടെ പുറകെ നീ ചെയ്തോ എന്ന് നോക്കി നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും അയാളുടെ ഡാഷ്ബോർഡിൽ എത്തുമായിരുന്നു ഞാൻ ഇന്ന് എന്താണ് ചെയ്യേണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് അവിടെ എത്തുമായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ എഫിഷ്യൻസി മോണിറ്റേർഡ് റിപ്പോർട്ടും അവിടെ എത്തുമായിരുന്നു. എവ്രിബഡി വാസ് വെരി ക്ലിയർ അബൌട്ട് ദെയർ ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ദെയർ അക്കൗണ്ടബിലിറ്റി പാർട്ട്. ദ സിസ്റ്റം വാസ് വെരി ക്ലിയർ. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ കൺസൾട്ടൻസി പ്രോസസ്സിന് ശേഷം അവരുടെ ബിസിനസിൻ്റെ എഫിഷ്യൻസി കൂടി, ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടി. ഏകദേശം 25 മില്യൺ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു കമ്പനി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 47 മില്യണിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കാരണം ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടി, ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടി, അക്കൗണ്ടബിലിറ്റി വന്നു. കഴിവില്ലാത്ത ആളുകളെ മുഴുവൻ നമുക്ക് ഡാറ്റ ബേസ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റി. നല്ല കഴിവുള്ള കുറേ ആളുകൾ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്തു, പുതിയൊരു കൾച്ചറിലേക്ക് സ്വിച്ച് ചെയ്തു. സോ നിങ്ങളുടെ ബിസിനസ്സിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും എല്ലാം ഏൽപ്പിക്കുന്നതിനപ്പുറത്ത് ഓരോ ഫംഗ്ഷനും ആരാണ് ചെയ്യേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്, ആരാണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്, ഇതെല്ലാം കൃത്യമായിട്ടും സ്ട്രീം ലൈൻ ചെയ്യണം, സ്ട്രക്ചറിന് ഒപ്റ്റിമൈസ് ചെയ്യണം, പ്രോസസ്സിന് ഒപ്റ്റിമൈസ് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. 6 മാസം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തലവര മാറ്റുന്ന രീതിയിൽ ഹൈലി എഫിഷ്യൻ്റായ കൺസൾട്ടിംഗ് പ്രോസസ്സിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടും, ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഞങ്ങൾ കൂട്ടിത്തരും. ഞാൻ ഖസാക്ക് ബെഞ്ചാലി, ഗ്ലോബൽ ബിസിനസ് കോച്ചാണ്.